ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന തലച്ചൂട്, തല മാത്രം ഭയങ്കര ചൂടായിട്ട് കാണും, എന്നാൽ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗത്ത് നമുക്ക് ചൂടങ്ങനെ തോന്നത്തില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? പേടിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ പനിയാണോ? എപ്പോഴും തലയിൽ ഇങ്ങനെ ചൂട് വരുന്ന പനിയായിട്ടാണോ കണക്കാക്കേണ്ടത്? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുഞ്ഞുങ്ങളിൽ സാധാരണയായിട്ട് തലയിൽ മാത്രം ചൂട് കാണുന്നത് പനിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം പനിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ബാക്കി ബോഡി പാർട്സിലും കൂടെ ആ ചൂട് അനുഭവപ്പെടും. അതിനോടൊപ്പം തന്നെ ചില കുഞ്ഞുങ്ങൾ കരയുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുക ഒക്കെ കാണാൻ പറ്റും. അപ്പം പനിയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വയറിൻ്റെ മേൽഭാഗത്ത് ചൂടുണ്ടാവും, അല്ലെങ്കിൽ കഴുത്തിൻ്റെ പിൻഭാഗത്ത് കക്ഷത്തിൽ ഒക്കെ ചൂട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ബോഡി പാർട്സ് മൊത്തത്തിൽ ബോഡി മൊത്തം ഹീറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി തലയിൽ ചൂട് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു 6 കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് വെച്ചാൽ അണ്ടർ ഡെവലപ്ഡ് തെർമോ റെഗുലേഷൻ സിസ്റ്റം. അതായത് കുഞ്ഞുങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ശരിയായ രീതിയിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സിസ്റ്റം നല്ല രീതിയിൽ ഡെവലപ്പായി വന്നിട്ടില്ല. അപ്പം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരീരത്തിൻ്റെ താപനില കറക്റ്റായിട്ടുള്ള രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തലയിൽ ചൂട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്വെറ്റ് ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റും വലിയവരുടെ പോലെ ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിലെ ചൂട് കൂടുതലായിട്ടും തലഭാഗത്തേക്ക് വരാറുണ്ട്. രണ്ടാമത്തത് കുഞ്ഞുങ്ങളുടെ തലയുടെ വലിപ്പം. അതായത് മറ്റ് ചെറിയ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ശരീരഭാഗത്തേക്കാളും കൂടുതൽ വലിപ്പം, അല്ലെങ്കിൽ ലാർജസ്റ്റ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് തലയുടെ ഭാഗമാണ്. അപ്പം ആ വഴിയാണ് കൂടുതൽ ഹീറ്റ് പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് ഇതുപോലെ തലയിൽ ചൂട് അധികമായിട്ട് ഉണ്ടാകാം. മൂന്നാമത്തത് വാസ്കുലാരിറ്റി, അല്ലെങ്കിൽ രക്തയോട്ടം. കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് കുഞ്ഞ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ബ്രെയിനും അവിടുത്തെ ഡെവലപ്മെൻറ്റും അവിടുത്തെ ബ്ലഡ് വെസൽസും, അപ്പോൾ തലയിൽ രക്തയോട്ടം കൂടുതലായതിനാലും തലയിൽ തലച്ചൂട് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. നാലാമത്തത് മെറ്റബോളിക് റേറ്റ്. അതായത് കുഞ്ഞുങ്ങളുടെ ഊർജം ബേൺ ഔട്ട് ആവുന്നതും നമ്മളെക്കാളും പെട്ടെന്നായിരിക്കും. കുഞ്ഞ് പാല് കുടിക്കുന്നു, അപ്പോൾ അത് മെറ്റബോളിക് റേറ്റ് അത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടും മെറ്റബോളിസം ഫാസ്റ്റായിട്ട് നടക്കുമ്പം ചൂട് പുറത്തേക്ക് പോകും. പിന്നെ ഓവറായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് കൂടുതൽ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വാഡിൽ ചെയ്യുമല്ലോ, കുഞ്ഞുങ്ങൾ സ്വാഡിൽ ചെയ്ത് കിടത്തും. തണുപ്പടിക്കണ്ടെന്ന് വെച്ചിട്ട് ചിലപ്പം ഒരു കമ്പിളി പോലത്തെ അല്ലെങ്കിൽ കുറച്ചും കൂടി കട്ടിയുള്ള തുണികൾ വെച്ച് ചിലപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും കുഞ്ഞിനെ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കുഞ്ഞിനെ കവർ ചെയ്ത് വെക്കുമ്പം ആ ഒരു ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പം ഈ തലയിലൂടെ തലച്ചൂട് അനുഭവപ്പെടാം. അപ്പം ഓവർ ഡ്രസ്സിങ്, അതായത് കൂടുതലായിട്ട് നമ്മൾ കമ്പിളി അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കവർ ചെയ്യുമ്പം ലൈറ്റായിട്ട് കനം കുറഞ്ഞിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒക്കെ സ്വാഡിൽ ചെയ്യാനായിട്ട് നോക്കുക. ആറാമത്തത് സെയിം പൊസിഷൻ ഓഫ് ഹെഡ്. അതായത് ഒരേ സൈഡിലേക്ക് നമ്മളിപ്പോൾ തല തിരിച്ച് കുറേ നേരം ഒരേ സൈഡിലേക്ക് തന്നെ തടത്തു ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ തലയിൽ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടാം. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. തലച്ചൂട് മാത്രം വന്നു എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതിനോടനുബന്ധിച്ച് മറ്റ് കാര്യങ്ങളും കൂടെ വരുമ്പോഴാണ് ഇപ്പം കോംപ്ലിക്കേറ്റഡ് നമ്മൾ പേടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ട് പ്രോബ്ലം ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ അപ്പോൾ അതിനോടൊപ്പം വേറെ സിംറ്റംസും കാണിക്കും. കുഞ്ഞ് കൂടുതൽ അസ്വസ്ഥപ്പെടുക, കുഞ്ഞ് ആകെ ഡിസ്ട്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക, ഭയങ്കര കരച്ചിൽ, അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇപ്പോൾ റിക്കറ്റ്സ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവുമ്പോഴും തലയിൽ ഈ തലയിൽ ചൂട് അനുഭവപ്പെടുന്ന വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് പീഡിയാട്രീഷ്യനെ കാണിച്ച് ചോദിക്കാവുന്നതാണ്. പനിയായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പനിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു അസ്വസ്ഥതകളും കുഞ്ഞ് കാണിക്കും. അതുപോലെ തലയിൽ മാത്രമല്ല ചൂട് അനുഭവപ്പെടുന്നത്, മൊത്തത്തിൽ ചൂട് അനുഭവപ്പെടും. അപ്പം അമ്മമാർക്ക് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്കൊരു തെർമോമീറ്റർ യൂസ് ചെയ്യാം. നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റർ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു റീഡിങ് കറക്റ്റായിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പം ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്ത് നോക്കാൻ കഴിയും. അപ്പം കക്ഷത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ അറിയാനായിട്ട്. നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ 36.5 to
37.5 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അത്രയും. അതല്ല ഫാരൻഹീറ്റ് ആണെങ്കിൽ 98 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലോട്ട് 99-100 ആണെങ്കിൽ പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിജിറ്റൽ തെർമോമീറ്റർ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. നിങ്ങൾക്ക് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഇതുപോലെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പനിയാണോ അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് പറ്റുന്നതാണ്. അതുവഴി ചില കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്സൊക്കെ പനിയുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും കയ്യിൽ ഒരു തെർമോമീറ്റർ വെച്ച് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കുഞ്ഞ് മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. ഇത്രയും കാര്യങ്ങളിലൊക്കെയാണ് കുഞ്ഞിൻ്റെ തലച്ചൂട് എന്ന് പറയുന്നൊരു കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ടത്. പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. മറ്റ് ജലദോഷമോ അല്ലെങ്കിൽ കുഞ്ഞ് ആകെ ടയർഡാവുക അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ചേർന്ന് വരുമ്പോഴാണ്, അതുപോലെ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പനിയാണോ അല്ലേ എന്നുള്ളത്